നമസ്കാരം. സൈലന്റ് പൈപ്ലസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഞാനൊരു ട്രംപ് അനുകൂലിയല്ല. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതുമാണ്. എൻ്റെ പഴയ വീഡിയോകൾ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ കാര്യം ആര് പറഞ്ഞാലും കൈക്കൊള്ളണമെന്ന പക്ഷക്കാരനായതുകൊണ്ട് പറയട്ടെ. ഇപ്പോൾ ട്രംപ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് പറഞ്ഞത് കാര്യം തന്നെയാണ്. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country. അദ്ദേഹം ഒരു മൂന്നാം ലോക മഹായുദ്ധം സ്വപ്നം കാണുന്നുണ്ട്. ട്രംപ് പറഞ്ഞ പോലെ അത് വെച്ചുള്ള ഒരു ചൂതുകളിയാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ എക്കാലവും ചരിത്രത്തിൽ ഇടം പിടിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അമേരിക്കയെ കൂട്ടുപിടിച്ച് അത് നടക്കും അല്ലെങ്കിൽ നടത്താമെന്ന ഇയാളുടെ അതിമോഹത്തിനാണ് ഇപ്പോൾ ട്രംപ് ഊച്ചുവിലങ്ങിട്ടിരിക്കുന്നത്. അവിടെയാണ് ട്രംപിന്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. ഒന്നുകിൽ ഞങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സെലൻസ്കിയെ പോരാടാൻ അനുവദിക്കും. അദ്ദേഹം പോരാടുകയാണെങ്കിൽ അത് മനോഹരമാകില്ല, കാരണം ഞങ്ങളില്ലാതെ അവർ വിജയിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അമേരിക്കയെ കൂട്ടുപിടിച്ച് അമേരിക്കൻ ആയുധങ്ങളും സൈന്യവും ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ച് ഒരു ലോക മഹായുദ്ധമുണ്ടാക്കി അതിലെ ഹീറോയായി ചരിത്രത്തിൽ അവരോധിക്കപ്പെടുമെന്ന സെലൻസ്കിയുടെ വ്യാമോഹമാണ് ട്രംപ് ഇവിടെ ഊതിക്കെടുത്തിയത്. ലോക മനസാക്ഷിയാണ് ഈ വാക്കുകളിലൂടെ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടതെന്ന് ഞാൻ പറയും. പക്ഷേ ഈ സംഭവത്തിന് മനോരമ കൊടുത്ത ഹെഡിങ് ആണ് എനിക്കൊട്ടും മനസ്സിലാകാത്തത്. അതിങ്ങനെയാണ്: അടിച്ചു പിരിഞ്ഞു ഓവൽ ചർച്ച, ഹീറോയായി സെലൻസ്കി. എവിടെ ഹീറോയായി? അയാളുടെ വെറും സീറോയായി. ഞാൻ ആ ഡിസ്കഷൻ മുഴുവനും കണ്ടു. ട്രംപ് നമുക്ക് സമാധാന കരാർ ഉണ്ടാക്കാം, ഞാൻ നിങ്ങൾക്കൊപ്പം നിന്ന് അതിന് മുൻകൈ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴെല്ലാം സെലൻസ്കി പറയുന്നത് യുദ്ധം നിർത്താൻ ഞാൻ ഉത്തരവിട്ടാലും ആരും നിർത്തില്ല, കാരണം പുടിൻ നാളെ മടങ്ങി വരുമെന്ന് എല്ലാവരും ഭയപ്പെടുന്നു എന്നാണ്. അതായത് പുടിനെ അവസാനിപ്പിക്കണം, റഷ്യ ആക്രമിച്ച് കീഴടക്കണം, ഇതാണ് ലക്ഷ്യം. യുദ്ധക്കൊതിയനായ ഒരാളുടെ മൊഴികളാണിത്, അല്ലാതെ ഉക്രൈനിലെ സാധാരണക്കാരുടെ അഭിപ്രായമല്ല. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് ആകരുത്, ബാലറ്റ് പേപ്പർ തന്നെയായിരിക്കണം. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ, പല കള്ളക്കളികളും നടക്കും. സെലൻസ്കി തന്നെ അധികാരത്തിൽ വരികയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, സെലൻസ്കി തോൽക്കും. അക്കാര്യം ഉറപ്പാണ്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നതും സെലൻസ്കി തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ട് പോകുന്നതും. അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥ അനിശ്ചിതമായി തുടരണമെങ്കിലും, സെലൻസ്കിക്ക് അധികാരത്തിൽ അനിശ്ചിതമായി തുടരണമെങ്കിലും യുദ്ധം നിലനിൽക്കേണ്ടത് അവരുടെ ഒരാവശ്യമാണ്. അതിനായി ആയിരക്കണക്കിന് ആളുകളെയാണ് അയാൾ കുരുതി കൊടുക്കുന്നത് എന്നോർക്കണം. ഹിറ്റ്ലറെ പോലെ നാട്ടുകാരെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർക്കുകയാണ്. അതാണ് സെലൻസ്കിയുടെ മുഖത്ത് നോക്കി ട്രംപ് തുറന്നടിക്കുന്നത്. നിങ്ങളൊരു ഡിക്റ്റേറ്ററാണ്, ഒരു ഏകാധിപതിയാണ് എന്ന്. 100% ശരിയാണ്. പക്ഷേ മനോരമ മാത്രമല്ല, മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും സെലൻസ്കിക്ക് അനുകൂലമായാണ് എഴുതുകയും പറയുകയും ചെയ്തത്. ഇഷ്ടമില്ലാ പട്ടി തൊട്ടതൊക്കെ കുറ്റം എന്ന് പറഞ്ഞ പോലെയാണ് ട്രംപിന്റെ കാര്യം. പക്ഷേ കാര്യം ട്രംപ് പറഞ്ഞാലും അത് കാര്യം തന്നെയാണ്. ഹീറോ ആയതവിടെ സെലൻസ്കി അല്ല, ട്രംപാണ്. സെലൻസ്കിയെ അറിയാത്ത, സെലൻസ്കിയെ കുറിച്ച് ശരിക്കും പഠിക്കാത്ത ഒരാൾക്ക് മാത്രമേ അയാൾ ഒരു ഹീറോ ആയി കാണാൻ പറ്റൂ എന്നും ഞാൻ പറയും. പത്രപ്രവർത്തകരെങ്കിലും സെലൻസ്കിയുടെ ചരിത്രം ഒന്ന് പഠിക്കണം. അയാൾ ഒരു ഹീറോ അല്ല, ഒരു കൊമേഡിയനായിരുന്നു. ടെലിവിഷൻ പരിപാടികളിലും സിനിമയിലുമെല്ലാം കൊമേഡിയനായി അവതരിച്ച വ്യക്തി. പബ്ലിക് സർവന്റ് എന്ന യൂട്യൂബ് പരമ്പരയിലൂടെയാണ് ഇയാൾ ഒരു താരമായി മാറുന്നത്. ഈ പോപ്പുലാരിറ്റി മുതലെടുത്ത് സൂത്രശാലിയായ ഇയാൾ അധികാരത്തിലേക്ക് അള്ളിപ്പിടിച്ച് കയറുകയായിരുന്നു. രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുകയറ്റം മുതൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബ്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നവരെ അങ്ങനെയാണ്. സെലൻസ്കി ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. എന്ത് വില കൊടുത്തും
രാജ്യം തന്നെ നശിപ്പിച്ചും അധികാരത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ക്രൂരനായ ഒരു മനുഷ്യനാണ്. അമേരിക്ക ഒരു കാലത്ത് കമ്മ്യൂണിസത്തെ ചെറുക്കാൻ നിയോഗിച്ച ചാരൻ. ഇത് ഞാൻ പറയുന്നതല്ല. സെലൻസ്കി ഒരു ആർക്കെറ്റിപ്പൽ കൗശലക്കാരനാണ്. അതായത് പ്രാകൃത കൗശലക്കാരനാണ്. കാര്യങ്ങൾ നശിപ്പിക്കുന്ന, നിന്ദിക്കുന്ന, സംശയിക്കുന്ന, നിയമങ്ങൾ ലംഘിക്കുന്ന വ്യക്തിയാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞനായ വാലന്റൈൻ കിങ് പണ്ടേ മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ അമേരിക്കയ്ക്ക് ഉക്രൈനെ നാറ്റോ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ സൂത്രക്കാരനായ ഒരു നേതാവിനെ ആവശ്യമായിരുന്നു. പണ്ട് ഇറാനെ തകർക്കാൻ അമേരിക്ക സൂത്രക്കാരനായ സദ്ദാം ഹുസൈനെ വളർത്തിയതുപോലെയാണ് സെലൻസ്കിയെയും വളർത്തിയത്. കാരണം അങ്ങനെയാണ്. ഉക്രൈനിലാണ് സോവിയറ്റ് യൂണിയൻ ആകുന്ന കാലത്ത് ചെർണോബിൽ പോലെയുള്ള വൻ ആണവ കേന്ദ്രം നിർമ്മിച്ചത്. സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധപ്പുരയുണ്ടായിരുന്നത് അവിടെയാണ്. റഷ്യയെ തകർക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് അവിടെ നാറ്റോയിൽ അംഗമായ ഒരു പാവ സർക്കാരിനെ അവരോധിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് സെലൻസ്കി അധികാരത്തിലെത്തുന്നത്. അതിന് പ്രത്യുപകാരമായിട്ടാണ് ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ തയ്യാറാകുന്നത്. ആ അവസരത്തിൽ സ്വയം നിലനിൽപ്പിന് വേണ്ടിയാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത്. റഷ്യ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ: ഉക്രൈൻ നാറ്റോയിൽ അംഗമാകരുത്. കാരണം റഷ്യക്ക് അങ്ങനെയല്ലാതെ പറയാനാവില്ല. തൊട്ടടുത്തുള്ള കിർഗിസ്ഥാനിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. എൻ്റെ സുഹൃത്ത് ഷെയ്ഖ് റഫീഖ് കിർഗിസ്ഥാൻ ഫ്രീ സോണിന്റെ ഡയറക്ടറായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അതിഥിയായിട്ടാണ് ഞാൻ അവിടെ പോയത്. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കെക്കിലെ മനാസിലാണ് അമേരിക്കയുടെ എയർബേസ് ഉണ്ടായിരുന്നത്. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അമേരിക്കയുടെ സൈനിക താവളം കണ്ട് അന്ന് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അത് അവിടെ ഇല്ല എന്നത് വേറെ കാര്യം. ഇങ്ങനെ റഷ്യക്ക് ചുറ്റും താവളങ്ങൾ തീർക്കുന്ന അമേരിക്കൻ നാറ്റോ ഗൂഢതന്ത്രം തകർക്കാനാണ് പുടിൻ ശ്രമിച്ചത്. അതിനെയാണ് അധിനിവേശം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഉക്രൈൻ നാറ്റോയിൽ നിന്ന് വിട്ടുനിന്നാൽ വാസ്തവത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പക്ഷേ ഉക്രൈനെ നാറ്റോ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് അമേരിക്കയുടെ മാത്രമല്ല, സാമ്രാജ്യത്വ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ ആവശ്യമാണ്. കാരണം അതിന്റെ സ്ഥാനം തന്നെയാണ്. കിഴക്കൻ യൂറോപ്പിന്റെ മധ്യഭാഗത്ത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും സ്കാൻഡിനേവിയൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മെഡിറ്ററേനിയൻ മേഖലയിലേക്കുമുള്ള പ്രധാന ഗതാഗത പാതകളുടെ ക്രോസ് റോഡിലാണ് ഉക്രൈൻ സ്ഥിതി ചെയ്യുന്നത്. അത് സ്വന്തമാക്കുക എന്നത് പാശ്ചാത്യ ശക്തികളുടെ മുഴുവനും വ്യാമോഹമാണ്. ഉക്രൈനെ തങ്ങളുടെ പക്ഷത്ത് നിർത്തിയാൽ റഷ്യയിലേക്ക് മാത്രമല്ല, ചൈനയിലേക്കും ഇറാനിലേക്കും തുർക്കിയിലേക്കും എല്ലാം കടന്നു കയറാൻ അത് നല്ലൊരു പാതയായി മാറും. അതാണ് ലക്ഷ്യം. അല്ലാതെ ഉക്രൈനോടോ സെലൻസ്കിയോടോ ഉള്ള സ്നേഹമല്ല. അതുകൊണ്ടാണ് അമേരിക്ക കൈവിട്ടാലും ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് ഇംഗ്ലണ്ടും ഫ്രാൻസും ജർമ്മനിയും ഓസ്ട്രേലിയയും കാനഡയുമെല്ലാം സെലൻസ്കിക്ക് ഉറപ്പ് കൊടുക്കുന്നതും. അത് കമ്മ്യൂണിസത്തിനെതിരെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ ഉറപ്പാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ഒരു കൊള്ളക്കൊടുക്കയാണ്. പണ്ട് അമേരിക്ക സൗജന്യമായി യുക്രൈന് ആയുധങ്ങൾ നൽകിയിരുന്നത് സെലൻസ്കിയോടുള്ള സ്നേഹം കൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് റഷ്യയോടും ചൈനയോടുമുള്ള വിരോധം കൊണ്ടാണ്. സൈനിക വരുമാനത്തിന്റെ 22% അമേരിക്കയാണ് ഉക്രൈന് കൊടുക്കുന്നത്. ഇതിന് പ്രത്യുപകാരമായിട്ടാണ് സെലൻസ്കി നാറ്റോയിൽ ചേരാമെന്ന് സമ്മതിക്കുക മാത്രമല്ല ചെയ്തതെന്ന് ഓർക്കണം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടറിന് അവിടെ എല്ലാ ബിസിനസ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പണ്ടേ ട്രംപിന് സെലൻസ്കിയോട് കെറുവുണ്ട്. കാരണം ട്രംപും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ബിസിനസ്സുകാരൻ കൂടിയാണ്. സെലൻസ്കിയും ഇന്ന് കോടികളുടെ ആസ്തിയുള്ള നേതാവാണ്. ഇതാണ് സത്യം. ഈ സ്വാർത്ഥംഭരികളായ രാഷ്ട്രീയ കവഷ്ടകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആയിരക്കണക്കിന് നിരപരാധികളായ ആളുകൾ കുരുതി കൊടുക്കപ്പെടുന്നത് എന്നോർക്കണം. ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് ഏതായാലും അഭിനന്ദനാർഹമാണ്. നിങ്ങളെ നാറ്റോയ്ക്ക് വേണ്ട എന്ന് ട്രംപ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഒരു നല്ല സൂചനയാണ്. ഡെമോക്ലിസിന്റെ വാള് പോലെ മാനവകുലത്തിന് മേൽ ഏതു നിമിഷവും പൊട്ടിവീണേക്കാവുന്ന ഒരു ലോകമഹായുദ്ധത്തിന്റെ
ഭീതിയാണ് ഇവിടെ അറുത്തു വീഴ്ത്തപ്പെടുന്നത്. ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാട് ഇതിനുതകുമെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആരും അതിനു നേരെ പിന്തിരിഞ്ഞു നിൽക്കരുത്, അതിന് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ട്രംപാണ് പറയുന്നത് എന്ന് ഓർക്കണം. ചിലപ്പോൾ ഇതെല്ലാം രണ്ട് നടന്മാർ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ കാണിച്ച നാടകവും ആയിക്കൂടുന്നില്ല. ഉക്രൈന്റെ ഭാരം അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് മാറ്റി യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ കെട്ടിവെക്കാനുള്ള ഒരു വെറും തന്ത്രം ആയിരിക്കാനും സാധ്യതയുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. കാരണം ട്രംപും സെലൻസ്കിയും രണ്ടും തികഞ്ഞ പുള്ളികളാണ്. വാക്കിന് ഒരു നേരും നെറിയും ഇല്ലാത്തവരാണ്. നല്ല നടന്മാരും. അതും ഒന്ന് മനസ്സിൽ വച്ചോളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.